അപ്പോൾ ഞാൻ നോക്കി നോക്കി കിട്ടിയത് എനിക്ക് ഇതാണ് കേട്ടോ. ഇതല്ല, ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് കണ്ടില്ലേ, ഷാൻജിയോ. അപ്പം നമുക്ക് ഉണ്ടാക്കി വെക്കല. പിന്നെ എനിക്ക് സമയവും ഇല്ല, അപ്പം പെട്ടെന്ന് റെസിപ്പിയൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഫൈനലി ഞാൻ വിചാരിച്ചു അത് തന്നെ ചെയ്യാം, കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലാകെ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ സ്പ്രിംഗ് ഓണിയൻ വേണം, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണം. അപ്പോൾ ആകെ ക്യാരറ്റും ഉണ്ട്, അത് മാത്രമേ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മറ്റേ കോൺഫ്ലവറൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ മുട്ട, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആകെ ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെജീസാണ് ഇല്ലാത്തത്. അപ്പം നോക്കുമ്പോൾ ഒരു ക്യാരറ്റ് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഓർത്ത് ചിക്കൻ ആണെങ്കിൽ കുറച്ച് ചിക്കൻ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചിക്കൻ സൂപ്പും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം ഞാൻ അത് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വേവിച്ചെടുക്കുക, അതിൻ്റെ സ്റ്റോക്കൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കണം. അപ്പോൾ ലച്ചു പറയണ്ടാകുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കണ്ടായി. ഞാൻ പറഞ്ഞാൽ നല്ല ചൂടാണ്, വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്ത് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലച്ചു ആണ് കേട്ടോ എനിക്ക് എപ്പോഴും വീഡിയോ ഒക്കെ എടുത്തു തരിക. അതിനുശേഷം നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ചെന്ന് നോക്കണേണ്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓരോ സാധനവും ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോൺഫ്ലവറും ഉണ്ടായിരുന്നു, അതൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ കട്ടാവാതെ ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. ഇതിന്റെ കറക്റ്റ് റെസിപ്പി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഷാൻജിയോ എന്ന ചാനലിൽ കയറി തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പാൻ വെച്ചു, അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു, നമ്മുടെ ഗാർലിക് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഗാർലിക് അതിൽ ഇട്ടിട്ട് ഇങ്ങനെ മൂക്കുമ്പോഴത്തേക്ക് ഒരു മണം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാറില്ലേ, അപ്പം എനിക്കത് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇനി ഓരോ സാധനങ്ങളും തപ്പി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ക്യാരറ്റിൽ വെച്ചോ, നമ്മൾ ക്യാരറ്റ് ചെറുതാക്കി അരിയണം. ഞാൻ എപ്പോഴും ഉണ്ടാക്കിയപ്പോഴത്തേക്കും വലുതാക്കിയാണ് അരിഞ്ഞത്. അപ്പൊ കുറച്ച് തിന്നാക്കി അരിയാൻ പറഞ്ഞു. നമ്മുടെ സ്റ്റോക്കും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യുക, പെപ്പർ ആഡ് ചെയ്യുക, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. ചിലവർ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യും. അപ്പൊ ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കഴിക്കാൻ നേരക്ക് അവരോരോ ആവശ്യത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാലോ. അപ്പൊ ഇങ്ങനെ നോക്കി ലച്ചു ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് സൂപ്പായോ എന്ന് ചോദിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഫോൺ എൻ്റെ കയ്യിൽ തരും, ഇടയ്ക്ക് അവൾ ഓടി വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിനീഗർ ഉണ്ടോയെന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് അടുക്കളയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ നമ്മൾ കുറച്ച് വിനീഗറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മെയിൻ താരം ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളയൊക്കെ വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സോസൊക്കെ വേണം. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് ഒരു ഡാർക്ക് സോയാ സോസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇതിലേക്ക് വേണം. പക്ഷെ നോക്കുമ്പോഴത്തേക്ക് അത് തീർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലച്ചു എൻ്റെ കയ്യിൽ ഫോൺ തന്നിട്ട് അവൾ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങോട്ടാന്ന് എനിക്കറിയില്ല, മഴ കാണാനാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോഴത്തേക്കും ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവൾ വരണില്ല കേട്ടോ. കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എൻ്റെ കയ്യിൽ ഒരു കെച്ചപ്പ് കൊണ്ടുവന്ന് തന്നേക്കാട്ടോ. ഞാനിങ്ങനെ ലുലുവിലൊക്കെ പോകുമ്പോൾ ചിക്കനൊക്കെ കഴിക്കൂലേ, അപ്പൊ അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുഞ്ഞു കെച്ചപ്പൊക്കെ എടുത്ത് ബാഗിൽ ഇട്ട് വെക്കൂട്ടോ. അപ്പൊ സേതിട്ട് തന്നെ എപ്പോഴും ചീത്ത പറയും, എന്തിനാ ഇത് ഇട്ട് വെക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അത് ഇപ്പതേ നമുക്ക് യൂസ്ഫുൾ ആയില്ലേ. സേതിട്ട് ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കാണ്. അപ്പൊ സേതിട്ട് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. സൂപ്പ് ഉണ്ടാക്കുന്ന കാര്യമേ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതേ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്നോട്ടൊന്നും ഒഴിക്കരുത്, ഇങ്ങനെ പയ്യെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കോൺ സ്റ്റാർച്ചും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ലച്ചിനോട് പറയണ്ട, കണ്ടിട്ട് ഒരു ഭംഗി തോന്നണില്ലല്ലോ അടി എന്ന് പറയണം കേട്ടോ. അപ്പൊ അവളും പറഞ്ഞ് അമ്മ അത് കൊളായോ, ഞാൻ കുളമൊന്നും ആയിട്ടില്ല എന്ന്. അപ്പൊ നമ്മൾ ലാസ്റ്റ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഒന്ന് മഴ കാണാൻ പോയിട്ട്. അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നല്ല തണുപ്പുമായിരുന്നു. അപ്പൊ ഞാൻ ലച്ചുവിനോട് നമുക്ക് ബ്രെഡ് ഇരിപ്പുണ്ട്, നമുക്ക് ടോസ്റ്റ് ചെയ്താലോ. അപ്പൊ ലച്ചുവിന് അത് നന്നായിരിക്കും അമ്മ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബ്രെഡ് കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സൂപ്പിന് എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ മുട്ട കൂടിപ്പോയി, അല്ലെങ്കിൽ ഫ്ലവറിന്റെ ആ ഇത് കൂടിപ്പോയി. എന്താണെന്ന് എനിക്കറിയില്ല. ലച്ചിന് പക്ഷെ വലിയ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇതിലൊരു 10 ഒരു 5 മാർക്കൊക്കെ ആയിട്ടോ കൊടുക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൺസിസ്റ്റൻസിക്ക് തന്നെ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും നന്നാക്കും. കണ്ട കുറച്ച് ലൂസായിരിക്കണമല്ലോ. എനിക്കാണ് കോൺ സ്റ്റാർച്ച് തന്നെ ആയിരിക്കും കൂടിയത്. അപ്പോഴാണ് സേതുവേട്ടൻ വന്നത്. സേതുവേട്ടൻ ഒരു ചീസ് ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സേതുവേട്ടൻ പറഞ്ഞ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ വേണ്ടാന്ന് സമ്മതിക്കണില്ല. അപ്പൊ ലച്ചുവും പറഞ്ഞു ഞാൻ ഹാഫ് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ചീസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. എനിക്ക് ചീസ് അത്ര വലിയ ഇഷ്ടമുള്ളതല്ല. അപ്പൊ പക്ഷെ കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഉഗ്രൻ ടേസ്റ്റ്, നല്ല മധുരവും എന്താണെന്നറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, ലച്ചുവിനും ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാരും ഈ ചീസ് ബണ്ണ് ഒന്ന് വാങ്ങി നോക്കൂ.